ഹലോ ഗൈസ്, നാളെ രുദ്രൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രുദ്രന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ രുദ്രനെ ഉറക്കി കിടത്തിയേക്കുവാണ്. അപ്പം രുദ്രൻ്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണമെന്ന് കരുതിയിരിക്കുവാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കും, മറ്റൊന്ന് സെറ്റാക്കാം. ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. 12 മണിയാകുമ്പോൾ വിളിച്ച് ഉണർത്തണമെന്നാണ് ഞാൻ കരുതുന്നത്. അവൻ ഉണർന്ന സർപ്രൈസാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സർപ്രൈസാണ്, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് റെഡി ആവാം. എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. എന്തെങ്കിലും പോരായ്മയുണ്ട്, ക്ഷമിക്കണേ. ഇത് ഞാൻ രുദ്രൻ നേരത്തെ മേടിച്ചിട്ട് വന്ന ഗിഫ്റ്റൊക്കെയാണ്. ഇതൊക്കെ ഇന്ന് റാപ്പ് ചെയ്തെടുക്കണേ. ഇതൊക്കെ ഞാൻ റാപ്പ് ചെയ്യാൻ മേടിച്ച സാധനങ്ങളാണ് മേടിച്ചത്. വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഈശോയിലൊക്കെ വാങ്ങിക്കുന്ന സാധനമാണ് റാപ്പ് പേപ്പറൊക്കെ. ഈശോയിൽ വാങ്ങിക്കുന്നത് ഇങ്ങോട്ടൊക്കെ ഞാൻ അതുപോലെ ചിലർ ഞാനിങ്ങനെ ആലോചിക്കും, ചിലരിങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കത്തില്ല, വളരാനല്ല അവരുടെ കഴിവുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ല. ഞാനാണെങ്കിൽ സംസാരിക്കാനൊക്കെ കഴിക്കുമ്പം എനിക്ക് വെള്ളി വീഴും. എന്നാൽ ഞാൻ നോർമലി നല്ലപോലെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഫോൺ ഓണാക്കി വെച്ച് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതെന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരോട് ഒക്കെ പറയുമ്പോൾ ഞാൻ നല്ലപോലെ സംസാരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത്. പക്ഷേ ഫോൺ തുറന്ന് വെച്ച് സംസാരിക്കാൻ നല്ല പാടാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഫോൺ തുറന്ന് വെച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ കാണിക്കണോ ഞാൻ ആലോചിക്കണം. ഉണരുമ്പോൾ കാണിക്കണോ, അതോ അവിടെ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കണോ, അങ്ങനെ എങ്ങനെ കാണിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമോ ഞാൻ. അവിടുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണെന്നല്ല, അത് ഇവൻ ഇവിടെ കിടന്നിട്ട് ഉണർന്ന് വരുമ്പോൾ സർപ്രൈസായിട്ട് കാണണോ നോക്കാം. മൂശാട്ടയാണെങ്കിൽ അവിടെ തന്നെ കിടത്തി ഉറക്കും. ഉറങ്ങിക്കഴിഞ്ഞോട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അടുത്ത് ഉണർത്തി കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. നാളെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഓക്കെ, നമുക്ക് ബലൂൺ തെറിപ്പിക്കാം. നമുക്ക് കുറച്ച് ബലൂണും മറ്റേ ആനിമൽസിൻ്റെ ഒക്കെ ബലൂണും, പിന്നെ അതുപോലെ തന്നെ കർട്ടൻസ്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബലൂൺ തെറിപ്പിക്കാം അല്ലേ. ഇനി ഇത് നമുക്ക് വിളിക്കാം ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനി ബാക്കി കുറച്ചുകൂടെ പണിയുണ്ട്, അത് ചെയ്തിട്ട് വരാം. അപ്പോൾ രുദ്രൻ അപ്പുറത്തെ റൂമിൽ കിടക്കുക. രുദ്രനെ നൈസായിട്ട് ഇപ്പുറത്തെ റൂമിൽ കൊണ്ട് കിടത്തുമ്പോൾ എന്തായാലും അവൻ ഉണരും. അപ്പം 12 മണിയാകുമ്പോൾ വിഷ് ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. നടന്നാൽ മതിയായിരുന്നു. 11:47 ഇപ്പോൾ 12 മണിയാകുമ്പോൾ രുദ്രനെ വിളിക്കാം. ഇവിടെ കിടപ്പുണ്ട്. ഉണരുമോ എന്ന് എനിക്കറിയത്തില്ല. ഉണർത്തത്തില്ല, ഫോഴ്സ് ചെയ്തു. ഉണരുവാണെങ്കിൽ അവൻ കാണട്ടെ. ഇതോണ്ട് നിന്റെ ബാക്കിൽ എന്തൊക്കെയാന്ന് നോക്കിക്കേ. എടുത്ത് പോണ്ടടാ, ഇതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. അതുകൊണ്ട് കുരങ്ങനെ കണ്ടോ, ലൈറ്റ് കണ്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതോണ്ട അതെന്തൊക്കെയാ രുദ്ര,
വീഡിയോ കോൾ ചെയ്തേ അമ്മ. അതെവിടെ വെക്കാം, അത് കറണ്ട് അടിക്കും, അതവിടെ ഇട്ടേക്ക്. മോനെ ഗിഫ്റ്റ് കണ്ടോ? വേണ്ടേ ഇന്നാ, ഇതെല്ലാം മോന. ദേണ്ട ഇവിടെ എല്ലാം ഗിഫ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാം ഗിഫ്റ്റ് ഉണ്ട്, നോക്കിക്കേ. ബലൂൺ എന്തുവാ? ആ എന്തോ എന്തോ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? ആ അമ്മ ഊതിയതാ, കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? പൊട്ടിക്ക്. ആ കണ്ടില്ല പാപ്പാച്ചി ഒരു കേക്ക് തേക്ക് കാണിച്ച്. ലൈറ്റൊക്കെ വാങ്ങിച്ചേ. അതെല്ലാം ചെണ്ടക്കകത്ത് ബാറ്ററി ഇടും. ഇടയ്ക്ക് സംസാരം കേൾക്കുന്ന അച്ഛൻ ആ ടൈമിൽ അവനെ കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ സംസാരിക്കുന്ന ഇടയ്ക്ക് സൗണ്ടായിട്ട് കേൾക്കുന്നത്.